അമ്മ ഞാൻ രാവിലെ വന്നപ്പോഴേ ശ്രദ്ധിക്കണം, അമ്മ വലിയ വിഷമത്തിലാണല്ലോ. നല്ല വിഷമമുണ്ട്, നല്ല വിഷമമുണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ അവനോട് പറഞ്ഞു, എൻ്റെ ഒരു മോനെ പോലെ കരുതിയാണ് നിന്നെ ഞാൻ കാണുന്നത്. കാരണം അവൻ്റെ ഉമ്മ കുടുംബശ്രീയിൽ കുറേ ലോണുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ലോണുകൾ അടച്ചു തീർക്കാണ്ട് വന്നപ്പോൾ ഇവൻ ഈങ്ങാപ്പുഴ കൂൾബാറിലൊക്കെ നിൽക്കുമ്പോൾ ഉമ്മേനെ കിട്ടൂല, വിളിച്ചാൽ കിട്ടൂല. ഇവൻ്റെ അടുത്ത് പോയിട്ട് പറയും. അവനത് സത്യസന്ധമായിട്ട് ആ ലോൺ അടച്ച് തീരുവോളം വിളിച്ച് പറക്കുകയും വരുവോ എടുക്കുകയൊക്കെ ചെയ്തു. പിന്നെ ഇവരുടെ വിവാഹ സമയത്തൊക്കെ ആണെങ്കിലും ഇവർ പോയി. നല്ല കാര്യം, നാട്ടിൽ നടക്കാത്തതൊന്നുമില്ല. അവരവർക്ക് ഇഷ്ടപ്പെട്ട പെണ്ണിനെയും കൊണ്ട് അവർ പോയി. അവർ സുഖമായി ജീവിക്കണം, നാടിന് മാതൃകയാണ്. ഇവിടെയൊക്കെ കൊച്ചുമക്കളുണ്ട്, അവർക്ക് മാതൃകയായി ജീവിക്കണം എന്നൊക്കെ പറഞ്ഞു വിട്ട മക്കൾ ഇത്തരത്തിൽ വന്നപ്പോൾ ഒരു വിറയലുണ്ട് മോനെ. അവനിട്ട് ഒന്ന് കൊടുക്കണം എന്ന് എൻ്റെ കൈ പെരുക്കണുണ്ടായിരുന്നു. നമ്മളൊരാൾ കൊടുത്തിട്ടും കാര്യം നടപ്പില്ലല്ലോ. ഇന്നലെ ശരിക്കും എപ്പോഴാണ് അമ്മയെ സംഭവിച്ച സമയം കൃത്യം പറഞ്ഞില്ല. എന്തായാലും ഞാനൊരു 7-7:15 അകത്തുനിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അപ്പോൾ ഞാൻ ഈ പറമ്പിലുണ്ട്. അപ്പോൾ ഇവിടുന്ന് കരച്ചിൽ കേൾക്കുന്നു. ഈ വണ്ടി ഇവിടുന്ന് ഷാട്ട ഒരു എരപ്പാണ് കേട്ടത്. ഈ കരച്ചിൽ കേട്ടപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു, അസീനേൻ്റെ അവിടെ കുഞ്ഞിക്കായിൻ്റെ കടയിൽ അവിടെ എന്തോ സംഭവിച്ചേക്കുന്നു. മക്കളോട് മോനെ മെമ്പറാണ്, അവനെ വിളിക്കാൻ പറഞ്ഞ് ഞങ്ങൾ അപ്പോഴത്തേക്കും ഇവിടെ എത്തി. പിന്നെ ഞാൻ നോക്കുമ്പോൾ ഇവിടെ ആൾ കുറവാന്ന് കണ്ടുകൊണ്ട് കവലയിൽ നിന്നേച്ച് ഞാൻ പറഞ്ഞു, അവിടെ എന്തോ സംഭവിച്ചിട്ടുണ്ട്, എല്ലാവരും ഓടി എത്തിയെന്ന് പറഞ്ഞു. അത് കേട്ട് വന്നവരും ഉണ്ട്. ആ സൗണ്ട് കേട്ടിട്ട് സൗണ്ട് കിട്ടണില്ല, എന്നിട്ടും കേട്ട് ഇവിടെ വന്നു. വരുമ്പോൾ കുട്ടീനെ എടുത്തിട്ടൊന്നുമില്ല, അവിടെയുണ്ട്. പിന്നെ എടുക്കാൻ നേരത്ത് ഞാൻ പറഞ്ഞു, ഒരു ഗ്ലാസ് വെള്ളം എടുക്കുക, നമുക്ക് ഇച്ചിരി വെള്ളം കൊടുക്കാൻ നോക്കുന്നു. പക്ഷേ ബാപ്പ എടുത്തിട്ടും ബാപ്പയ്ക്ക് മുറിവുകളാണ്. അവനൊരു സൈഡിലേക്ക് അങ്ങ് ചെരിഞ്ഞ് കുട്ടിയുടെ ഈ വശത്താണല്ലോ അവന് പിടിക്കാൻ പറ്റുള്ളൂ. ഞാൻ വെള്ളവും കൊണ്ട് അവിടെ എനിക്ക് ഇപ്പുറത്തോടെ വന്ന് കൊടുക്കാനുള്ളൊരു ഇതില്ലാണ്ട് പോയി. ഇപ്പോൾ ഉമ്മയും 2 മക്കളുമാണ് ഉള്ളത്. ഇവളും ഇവിടെ താത്തയുണ്ട്. താത്ത അപ്പുറത്ത് വാടകയ്ക്ക് താമസിക്കുകയാണ്. ഓളും നിറയെ സമയത്ത് ഇവിടെ ഇല്ല. അവളുടെ അനിയൻ വരുന്നു, എയർപോർട്ടിൽ പോയതാണ്. അവൾക്കൊരു കൊച്ചുണ്ട്. ഈ കൊച്ചുണ്ട് കോലായിൽ നിൽക്കുന്നു. ഉമ്മ ഇങ്ങനെ കിടക്കുമ്പോൾ ഇവിടെ 3 വയസ്സുള്ള കൊച്ച് കോലായിൽ നിൽക്കുന്നു. നമുക്ക് ഇതുപോലത്തെ ഇതൊക്കെ കാണുന്ന അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ഇവരോടൊക്കെ എന്താ നമുക്ക് പറയാല്ലേ? എനിക്കിപ്പോൾ എന്താ പറയാനുള്ളതെന്ന് ചോദിച്ചാൽ, ഇവരെ ഇങ്ങനെ എണീപ്പിച്ച് വിടരുത് എന്നുള്ളതാണ് പറയാനുള്ളത്. അവർ എഴുന്നേറ്റ് നടത്താൻ വിടരുത്. അത് നമ്മൾ നാട്ടുകാരാണ് നിശ്ചയിക്കേണ്ടത്. ഓനെയും കൂടെ ഇവിടെ കൊണ്ടുവന്നതിന് ശേഷമേ ബോഡി ഇവിടുന്ന് പുറത്തേക്ക് കൊണ്ടുപോകാവുള്ളൂ.